ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അഖിൽമാരാനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കൊട്ടാരക്കര അമ്പലത്തിൽ പോകണം. അങ്ങനെ കണ്ണനെ സ്കൂളിലാക്കിയിട്ട് ഞാനും അമ്മയും അമ്പലത്തിലേക്ക് ഇറങ്ങി. ഞങ്ങൾ വണ്ടിയിലാട്ടോ ആദ്യം പോയത്. പിന്നെ ഇടയ്ക്ക് വെച്ച് മഴ പെയ്തുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള യാത്ര ബസ്സിലാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചാട്ടോ അമ്പലത്തിലേക്ക് എത്തിയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേന് അത്യാവശ്യം തിരക്കൊക്കെ കുറവായിരുന്നു. പിന്നെ ആദ്യം തന്നെ നമ്മൾ ബാഗൊക്കെ കൗണ്ടറിൽ കൊടുത്തിട്ട് ടോക്കണും മേടിച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിനുള്ള റെസിപ്റ്റ് മേടിക്കാൻ വേണ്ടി നിൽക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങയും മാലയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഉള്ളിൽ കയറുന്നതിന് മുമ്പായിട്ട് അമ്പലത്തിൻ്റെ സൈഡിലുള്ള കുളത്തിലിറങ്ങി കൈയും കാലും നനച്ചിട്ട് തലയിലും ദേഹത്തും ഒക്കെ വെള്ളം തളിച്ചിട്ട് ശുദ്ധമായിട്ട് വേണം കേട്ടോ അമ്പലത്തിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ പണ്ടേ എൻ്റെ വീക്ക്നെസ് ആയ കാരണം എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ല. അതിനുശേഷം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ തേങ്ങ നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ അത് ഉടയ്ക്കാൻ വേണ്ടിയിട്ട്. ഓരോ തേങ്ങയും ഓരോ ആഗ്രഹങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം ഗണപതിയുടെ മുമ്പിൽ ആ തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ സർപ്പക്കാവിൽ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ണിയപ്പം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഗണപതി അമ്പലമാണ്. കാണാൻ അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് കൊട്ടാരക്കരയിലെ സ്വന്തം അഖിൽമാരാനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.